ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഫിഷസിനെ കുറിച്ചിട്ടൊക്കെ പിന്നെ ഇങ്ങനെ സംസാരിച്ചുള്ള വീഡിയോസൊക്കെ എടുത്തിട്ട് കുറച്ച് ദിവസമായല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് എടുത്തുതരാം. അപ്പോൾ ഇത് നമ്മുടെ എല്ലാ ആഫ്രിക്കൻ മുഷി അല്ലായിരുന്നു. ഇത് നമ്മൾക്ക് അവന് വാങ്ങിച്ചൊരു ആഫ്രിക്കൻ മുഷിയാണ്. അവൻ ഫംഗസ് വന്നിട്ട് ഡെഡായി പോയി. ഭയങ്കര ഷോക്കായിരുന്നു. അതുകൊണ്ട് അതിന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഇവനാണ് ഉള്ളത്. ഇവനെ നമുക്ക് മെയിനായിട്ട് അപ്പോൾ നമുക്കൊരു കാര്യം പറയാം. എന്നാൽ മെയിനായിട്ട് ആൾക്കാർക്ക് ഫിഷസിന് വളർത്തുന്ന ആൾക്കാർക്ക് വരുന്ന കാര്യമാണ് വാട്ടർ ചേഞ്ച് പ്രോബ്ലം. കാരണം ആൾക്കാർ വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ മെയിനായിട്ട് അവർക്ക് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വാട്ടർ ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ഫിഷസിന് ഡിസീസോ അല്ലെങ്കിൽ ഫംഗസോ അങ്ങനെ മെയിൻ കുറച്ച് പരിപാടികളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വാട്ടർ ചേഞ്ച് കാരണം ഫിഷ് ഡെഡായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് വാട്ടർ ചേഞ്ച് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. വേറെ ഈ വലിയ ടാങ്കിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ ഇപ്പോൾ ചെയ്യണ പോലെ ചെയ്താൽ മതി. എന്നാൽ വലിയ ടാങ്കിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വലിയ ഒരു ഓസോ പൈപ്പൊക്കെ എടുത്തിട്ട് മതി. ഇപ്പം ഞാൻ ചെയ്യണത് എൻ്റെ ഉള്ള ഇതുപോലത്തെ ഇങ്ങനെ ചെറിയ ഇങ്ങനത്തെ പാത്രം അല്ലെങ്കിൽ ചെറിയ അക്വേറിയൊക്കെ ഉള്ള ആൾക്കാരാണ്. ചെറുത് അത് ആൾക്കാർക്കാണെങ്കിൽ ഇത് നമ്മുടെ ഓക്സിജൻ പമ്പിൽ കിട്ടണ ട്യൂബ് ഉണ്ടാവില്ലേ, അത് നമ്മുടെ ഇതിൽ വെക്കണ എന്തിന് ഫിഷസിന് അക്വേറിയത്തിൽ ഇട്ട് കൊടുക്കണേ അത് എടുക്കുക. അല്ലെങ്കിൽ ചെറിയ ഓസ് ഉണ്ട്, വളരെ ചെറിയ ഓസൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ വാട്ടർ ചേഞ്ച് കൊടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഇതിൻ്റെ അറ്റം നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം പാത്രത്തേക്ക്. എന്നിട്ട് നമ്മുടെ ഇത് വെള്ളത്തേക്ക് തട്ടണം. എന്നിട്ട് ഇതിൻ്റെ ആ മറുഭാഗം ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് വാട്ടർ ചേഞ്ച് കൊടുക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ വെള്ളം അങ്ങനെ മെല്ലെ മെല്ലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാണാണ്ടോ നിങ്ങൾക്ക്? നിലത്തേക്ക് തന്നെ വെള്ളം എടുത്തിട്ട് കഴുകിയിട്ടൊക്കെ യൂസ് ചെയ്യാം മാക്സിമം. എന്നിട്ട് നമ്മൾ വെള്ളം വലിക്കുക എന്ന് പറഞ്ഞാൽ വെക്കുക, അതിലേക്ക് ഇടുക, മറുഭാഗം എടുക്കുക, വലിക്കുക. അങ്ങനെ എടുത്തിട്ട് ഒന്ന് വെള്ളം അങ്ങനെ കിട്ടുമ്പോൾ വെള്ളം തുപ്പിയിട്ട് നിലത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതേ വെള്ളം അങ്ങനെ പോകും. നിലത്തേക്ക് ഇട്ട് കൊടുക്കണം, മാക്സിമം നിലത്തേക്ക് ഇട്ട് തന്നെ കൊടുക്കുക. അതിങ്ങനെ വെള്ളം അങ്ങനെ മെല്ലെ മെല്ലെ അങ്ങനെ കുറയും. ഇപ്പോൾ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറയണം നിങ്ങൾക്ക് കാണാനുണ്ടാവുന്നത്. ഇവിടെ വരെ ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തിയിട്ടുണ്ടാവും. ഇവിടെ അങ്ങനെ ഇത് റീഫിൽ ചെയ്യാൻ കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം കഴിയട്ടെ. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഗായ്സ്, നമ്മുടെ വെള്ളം ഇത് വരെ നിറയുന്നുണ്ട്. നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വരെ വെള്ളം നിറയണമെങ്കിൽ നമുക്ക് വെള്ളം റീഫിൽ ചെയ്യാം കേട്ടോ. ഗായ്സ്, ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ അല്ല. ഇപ്പോൾ ഇത് ഞാൻ വേറൊരു കപ്പിൽ വെള്ളം എടുത്തിട്ട് നമ്മുടെ ട്യൂബ് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെള്ളം വെച്ചോക്കാം. ഗ്യാസ് ഇതിൽ വെള്ളം നിറയാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ടൈം എടുക്കും. അപ്പം ഞാൻ ഇത് എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. നമുക്ക് എന്തെങ്കിലും അടുത്ത വീട്ടിൽ കാണാം. ബൈ ബൈ.